പാലക്കാട് തൃത്താല ആനക്കര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ 10 ഏക്കർ സ്ഥലത്തെ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി നശിച്ചു. പ്രദേശത്തെ തോട് പൊട്ടി വെള്ളം പാടശേഖരത്തിലേക്ക് എത്തിയതാണ് കൃഷിനാശത്തിന് കാരണമായത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിലാണ് തൃത്താല ആനക്കര മലമൽക്കാവിലെ പാടശേഖരങ്ങൾ വെള്ളത്തിനടിയിലായത്. പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന തോടിന്റെ തകർച്ചയാണ് കൃഷിനാശത്തിന് ഇടയാക്കിയത്. 60 ദിവസം മൂപ്പായ മലമൽക്കാവ് ചേരള പാടശേഖരത്തിലെ 10 ഏക്കർ നെൽകൃഷിയാണ് നശിച്ചത്. പാട്ടത്തിന് സ്ഥലമെടുത്ത കർഷകർ ഇതോടെ ദുരിതത്തിലായി. 10 ജില്ല 11 കൊല്ലായി ഞാൻ ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മളിവിടെ ഒരു സൈഡ് നേരെയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് വെള്ളത്തെ കൊണ്ടുപോയി ചാടിക്കാന്നല്ലാണ്ട് ഇവിടെ ശരിക്കുള്ള തോട് കെടുക്കുന്നുണ്ട്. ആ തോട് ഒരിക്കലും ഒരു പ്രാവശ്യം തൊഴിലുറപ്പുകാരടക്കം ഈ തോട്ടിൽ ഇറങ്ങില്ല അറിഞ്ഞിട്ട് തൊഴിലുറപ്പുകാരെ കൊണ്ടുവന്നപ്പോൾ അവർ തിരിച്ചുപോയി. ഇവിടെ ഒന്ന് കെട്ടിയിട്ട് ഈ ശരിക്ക് ആ തൊഴിലുറപ്പുകാരെ കൊണ്ട് ഈ സൈഡൊക്കെ പണിയെടുപ്പിച്ച കാര്യങ്ങൾ ക്ലിയറായി. ആനക്കര പഞ്ചായത്തിലെ ഈ കൃഷിക്കാർ, ചെറുപ്പാടൻ കൃഷിക്കാർ രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ കൃഷി ചെയ്യണമെങ്കിൽ ഈ തോട് അടിയന്തരമായിട്ട് കെട്ടിയേ പറ്റുള്ളൂ. ആനക്കര പട്ടിത്തറ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിട്ടൊഴുകുന്ന തോടാണ് തകർന്നത്. നിരവധി വർഷങ്ങളായി തോട് പൊട്ടുന്നത് മൂലം കൃഷിനാശം പതിവായി മാറുകയാണ്. നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. മഴ പെയ്താൽ പറക്കുളം, മലമൽക്കാവ് എന്നീ കുന്നിൻ മുകളിൽ നിന്നുമുള്ള വെള്ളം മുഴുവൻ കുത്തിയൊലിച്ചെത്തുന്നത് നെൽപ്പാടങ്ങളിലേക്കാണ്. തോടിന്റെ നവീകരണം നടത്താതെ ഇനി കൃഷി ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.